കേരളം മൊത്തം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ CPM-നെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രതിപക്ഷത്ത് അതിനെ മറികടക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ആര് എന്നുള്ളതായിരുന്നു ചിന്ത അല്ലെങ്കിൽ ചോദ്യം എന്ന് പറയുന്നത്. അപ്പം പല പഞ്ചായത്തുകളും അഴിമതിയുടെ ഉത്തരങ്ങളായി മാറിയിരിക്കുകയാണ്. പല ജില്ലാ പഞ്ചായത്തുകൾ, ഇപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ദിവ്യ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ്, ഇപ്പം നവീൻ ബാബു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ, ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് ഇല്ലാതാക്കിയെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഓരോ നേതാക്കന്മാരും ഇപ്പം കോർപ്പറേഷൻ ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നു. തദ്ദേശ ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കുന്നില്ല. റോഡുകളുടെ വലിയ പ്രശ്നമുണ്ട്. എല്ലായിടത്തും വലിയ പ്രശ്നമാണ്. ഇപ്പം തൃശ്ശൂരില് അതുൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾക്ക് ഉണ്ടായ പേഴ്സണൽ ആയിട്ടുള്ള ഒരു നീതി നിഷേധത്തിൽ നിന്നാണ് അയാൾ ഒരു വ്ളോഗറായി അറിയപ്പെട്ടത്. ആ പഞ്ചായത്തിലെ മുഴുവൻ കുറ്റങ്ങളും ആളുകളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അയാൾ ഈ സമൂഹത്തിലേക്ക് വന്നത്. അപ്പോൾ ആ തരത്തിൽ ആളുകൾ മൊത്തം പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ മെജോറിറ്റി ഭൂരിപക്ഷം നേടാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.